Hello. Next topic is the Tanzania Federation of Cooperatives. The Tanzania Federation of Cooperatives. ട്രാൻസാനിയ എന്ന ആഫ്രിക്കൻ കൺട്രിയിലെ കോപ്പറേറ്റീവ് ഫെഡറേഷനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് ഫോമിൽ TFC ലിമിറ്റഡ് എന്നറിയപ്പെടുന്നു. ട്രാൻസാനിയ ഫെഡറേഷൻ ഓഫ് കോഓപ്പറേറ്റീവ്സ്. So the TFC Limited is a national cooperative organization. ഇതൊരു നാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ്. That promote and coordinate the development and prosperity of all cooperatives in Tanzania. ട്രാൻസാനിയ എന്ന ആഫ്രിക്കൻ കൺട്രിയിലെ എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും പ്രോസ്പിരിറ്റി ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പ്രൊമോഷൻ, കോർഡിനേഷൻ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് TFC ലിമിറ്റഡ് എന്നറിയപ്പെടുന്നത്. ട്രാൻസാനിയ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. ട്രാൻസാനിയ എന്ന ആഫ്രിക്കൻ കൺട്രിയിലെ എല്ലാ തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോസ്പെരിറ്റി, ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം. സോ TFC ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ഇതും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഇറ്റ് ഈസ് എ മെമ്പർഷിപ്പ് ഓഫ് ദ ICA and collaborate with several other types of national and international organization. ഇത് ICAയിൽ മെമ്പർഷിപ്പ് ഉണ്ട് ഈ ഓർഗനൈസേഷന്. ട്രാൻസാനിയൻ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് എന്ന ഈ ഒരു ഓർഗനൈസേഷന് ICAയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ICA മീൻസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ലോകത്താകമാനമുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു ഫെഡറേഷനാണ് ICA എന്നറിയപ്പെടുന്നത്. ആ ICAയിൽ മെമ്പർഷിപ്പുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ ട്രാൻസാനിയൻ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. അതുപോലെ തന്നെ ടു കൊളാബറേറ്റ് വിത്ത് സെവറൽ അതർ ടൈപ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും പ്രവർത്തിക്കുന്ന ഒത്തിരി ഓർഗനൈസേഷനുമായിട്ട് ഇത് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം നമ്മുടെ വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ്, ദെൻ വേൾഡ് അസംബ്ലി ഫോർ യൂത്ത്, ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷനുമായിട്ട് ഇത് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഒരു നാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ്. ട്രാൻസാനിയ എന്ന ആഫ്രിക്കൻ കൺട്രിയിലെ എല്ലാ തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും ഡെവലപ്മെൻറ്റും പ്രോസ്പെരിറ്റിയുമാണ് ഇതിൻ്റെ ലക്ഷ്യം. ദെൻ ഇതൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ദെൻ ICAയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനുകളുമായിട്ടും കൊളാബറേറ്റ് ചെയ്തും പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ട്രാൻസാനിയൻ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ മെമ്പർഷിപ്പാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. ദെൻ മെമ്പർഷിപ്പ് നോക്കാം. മെമ്പേഴ്സ് ഓഫ് TFC ആരൊക്കെയാണ് ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, 2 നാഷണൽ കോഓപ്പറേറ്റീവ് അപ്പെക്സ് ഓർഗനൈസേഷൻ ഫോർ കോട്ടൺ ആൻഡ് ടുബാക്കോ ആൻഡ് കോട്ടൺ മേഖലയിൽ നിന്നുള്ള 2 അപ്പെക്സ് ലെവലിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇതിൽ മെമ്പേഴ്സാണ്. 2 നാഷണൽ കോഓപ്പറേറ്റീവ് അപ്പെക്സ് ഓർഗനൈസേഷൻ, നാഷണൽ ലെവലിലുള്ള അപ്പെക്സ് ഓർഗനൈസേഷനുകളാണ്. ഏതൊക്കെ മേഖലയിൽ നിന്ന്? കോട്ടൺ ആൻഡ് ടുബാക്കോ. ദെൻ 2 സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, 2 സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷനുകളുണ്ട്. അതായത് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷനുകൾ. ഇന്ത്യയിൽ നിന്നിപ്പോൾ ക്രിപ്കോ, അതുപോലെ തന്നെ IFCO, ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകളില്ലേ, അതുപോലെ ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നുള്ള 2 സ്പെഷ്യലൈസ്ഡ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇതിലെ മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ 4 കോപ്പറേറ്റീവ് യൂണിയൻസ്, അതുപോലെ തന്നെ 4 കോപ്പറേറ്റീവ് യൂണിയൻസും ഇതിലെ മെമ്പേഴ്സാണ്. ഇന്ത്യയിൽ നിന്നുള്ള NCUA പോലുള്ള നാഷണൽ ഓർഗനൈസേഷനുകളിലെ യൂണിയനുകൾ, കോപ്പറേറ്റീവ് യൂണിയൻസ്, അത്തരത്തിലുള്ള 4 കോപ്പറേറ്റീവ് യൂണിയൻസും ഇതിനകത്ത് മെമ്പേഴ്സാണ്. ഓക്കെ, അപ്പം 3 തരത്തിലുള്ള മെമ്പേഴ്സാണുള്ളത്. 2 നാഷണൽ കോപ്പറേറ്റീവ് അപ്പെക്സ് ഓർഗനൈസേഷൻ ഫോർ കോട്ടൺ ആൻഡ് ടുബാക്കോ, ദെൻ 2 സ്പെഷ്യലൈസ്ഡ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, ദെൻ 4 കോപ്പറേറ്റീവ് യൂണിയൻസ്. ഇതാണ് മെമ്പേഴ്സ്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയേണ്ടത്. TFC's ഒബ്ജക്റ്റീവ്സ് 5 പോയിൻറ്റ്സ് നമുക്കിതിനകത്ത് നോക്കണം. ഫസ്റ്റ് വൺ,
facilitating and coordinating the establishment, development and growth of sustainable and democratic cooperative societyകൾ. ഓക്കെ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ലെവലിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത്. ഫെസിലിറ്റേറ്റ് ആൻഡ് കോർഡിനേറ്റ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് ഡെമോക്രാറ്റിക് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. ഡെമോക്രാറ്റിക് ലെവലിൽ പ്രവർത്തിക്കുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, ഈ കാര്യങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ്, ക്യാരി ഔട്ട് റിസർച്ച് ആൻഡ് പ്രൊവൈഡിങ് കൺസൾട്ടൻസി സർവീസസ് ഫോർ മെമ്പർ കോപ്പറേറ്റീവ്സ് ഇൻ ദ ഏരിയ ഓഫ് മാർക്കറ്റിംഗ്, ബിസിനസ്, ഫിനാൻസ്, ന്യൂ പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ്, ബിസിനസ്, ഫിനാൻസ്, ന്യൂ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ പ്രൊവൈഡിങ് സർവീസസ്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ആർക്ക്? മെമ്പർ കോപ്പറേറ്റീവ്സിൽ. ഇതിൽ മെമ്പേഴ്സായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള കൺസൾട്ടൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ടു ക്യാരി ഔട്ട് റിസർച്ച്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ്, റിസർച്ച്, അതുപോലെ തന്നെ ബിസിനസ്, ഫിനാൻസ്, ന്യൂ പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ്, ഈ മേഖലയുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക, കൺസൾട്ടൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതിൽ മെമ്പേഴ്സായിട്ടുള്ള ടാൻസാനിയൻ ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന ഈ ഒരു ഓർഗനൈസേഷനകത്ത് മെമ്പേഴ്സായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള കൺസൾട്ടൻസി സർവീസുകൾ, അതുപോലെ തന്നെ ടു ക്യാരി ഔട്ട് റിസർച്ച്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ്, കളക്ടിങ് ഡാറ്റാസ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് കോപ്പറേറ്റീവ്സ്, മാർക്കറ്റിംഗ്, കോപ്പറേറ്റീവ് മാർക്കറ്റ്സ് ആൻഡ് പ്രൈസസ് ആൻഡ് പ്രൊവൈഡ് ദിസ് ടു ദ മെമ്പേഴ്സ്. ഓക്കെ, മറ്റൊരു കാര്യം പറയുന്നത് കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസുമായി ബന്ധപ്പെട്ട്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിലവിലുള്ള കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. ഈ കളക്ട് ചെയ്ത ഡാറ്റ അതിന് മെമ്പേഴ്സിന് ആവശ്യമായ സമയത്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, കളക്ട് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഈ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൈസസ്, കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ പ്രൈസസുമായി ബന്ധപ്പെട്ട കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുക. അത് അതിന് മെമ്പേഴ്സിന് ആവശ്യമുള്ള സമയത്ത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. ദെൻ മറ്റൊന്ന്, ഇനീഷ്യേറ്റിംഗ് പാർട്ടിസിപ്പേറ്ററി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതിലെ മെമ്പേഴ്സായിട്ടുള്ള കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്ത് നടത്തുക. ദെൻ ഫിഫ്ത്ത്, പ്രൊവൈഡിങ് പബ്ലിസിറ്റീസ് ഓൺ ഓൾ ഫോം ഓഫ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ഇൻ ദ കൺട്രി. ഓക്കെ, രാജ്യത്തിനകത്ത് കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും പബ്ലിസിറ്റി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, കോപ്പറേറ്റീവ് മേഖലയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ വേണം. അപ്പോൾ എല്ലാ തരത്തിലുള്ള കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള പബ്ലിസിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ രാജ്യത്തിനകത്ത് ചെയ്യുക. ഇത്രയാണ് ഇതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. അപ്പം ടാൻസാനിയയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്താണ് ടാൻസാനിയൻ കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്നുള്ളത് പറയണം, അതുപോലെ തന്നെ അതിൻ്റെ മെമ്പേഴ്സ്, ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.